ഹലോ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിന്ന് ഇവിടുന്ന് ഇന്ത്യ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ടാണ്. എന്നിട്ട് നമ്മൾ വേറൊരു സ്റ്റേയിലോട്ടാണ് ഇന്ന് പോകുന്നത്. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. കാരണം ചെക്ക് ഔട്ട് ടൈമിങ് 11:30 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വിശക്കും. നമ്മൾ രാവിലെ ഒരു ബ്ലാക്ക് ടീ വിത്ത് ലെമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വിത്തൗട്ട് ഷുഗറാണ് എന്നോട് ക്വസ്റ്റ്യൻ പറയുന്നത്. ഞാൻ ഷുഗർ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ചബ്ബിയായി വരുന്നത്. ആൻഡ് പണ്ട് ഞാൻ ഭയങ്കര രസമായിരുന്നു കാണാൻ. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പണ്ടത്തെ പോലെ വീണ്ടും ആവണമെങ്കിൽ ഷുഗർ കട്ട് ചെയ്ത് കുറച്ച് നാൾ നോക്ക്, യുവർ സ്കിൻ വിൽ ഗ്ലോ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് പാൻ കേക്കാണ് ആൻഡ് സംതിങ് മഷ്റൂം, ഞാൻ പേര് മറന്നുപോയി. അവരാണെങ്കിൽ മെനു കാർഡ് കൊണ്ടുപോയി. പിന്നെ ഞാനൊരു ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ലെമൺ. അമ്മയാണെങ്കിൽ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, അമ്മയുടെ വന്നിട്ടില്ല. സോ അമ്മയാണെങ്കിൽ സ്വീറ്റ് ഓട്ട്മീലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുവരെ വന്നില്ല, ടൈം എടുക്കുമായിരിക്കും. ആൻഡ് ഫൈനലി അമ്മയുടെ സ്വീറ്റ് ഓട്ട്മീൽ വന്നിട്ടുണ്ട്. ഇതിലും കുറേ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, പീനട്ട് ബട്ടറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ആൻഡ് ഇറ്റ് ലുക്ക് സോ റിച്ച്. It's actually so good. So good. ഞാൻ ആദ്യം ബനാന പാൻ കേക്ക് പറയാനിരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ബനാന പാൻ കേക്ക് ഹണി ഉണ്ട്, വെറുതെ രാവിലെ സ്വീറ്റ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഭയങ്കര അഡിക്റ്റീവ് ഒരു ടേസ്റ്റ്. നമ്മുടെ ഓട്സ് ക്രീമും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി എനിക്ക് പീനട്ട് ബട്ടർ അത്ര ഇഷ്ടമല്ല. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഓട്സ് ആട്ടോ. കുഞ്ഞ് ഓട്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി സ്വീറ്റ്. ഭയങ്കര ഹെൽത്തി ഫീലാണ് വായിലോട്ട് വെക്കുമ്പോൾ. സോ നമ്മൾ ബാക്കിയും കൂടെ ഫിനിഷ് ചെയ്യട്ടെ. ഹലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വന്ന് കുളിച്ചു, റെഡിയായി. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നമ്മൾ സെക്കൻഡ് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈമായി, 11 മണിയായി. ആൻഡ് ദിസ് ഔട്ട്ഫിറ്റ് ലുക്സ് സോ ക്യൂട്ട് അല്ലേ. ഇത് വെച്ച് എനിക്ക് ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബുട്ടീക്ക് ഉണ്ട്, അവിടെ നിന്ന് ഓർഡർ ചെയ്ത് തന്നെയാണ്. നല്ല ഭംഗിയില്ലേ. ഐ ജസ്റ്റ് ലൈക്ക് ദിസ്, ഇറ്റ്സ് സോ ക്യൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക്. സോ ലെറ്റ്സ് ഗോ. ആൻഡ് അമ്മ കുറേ നേരമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ റൂം പൂട്ടി ഇറങ്ങാൻ പോവാണ്. സോ അങ്ങനെ നമ്മൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ആൻഡ് നൗ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റേയിലേക്ക് പോവുകയാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ റിസപ്ഷനിസ്റ്റ് പുള്ളി അങ്കിൾ ഭയങ്കര നല്ല ആളായിരുന്നു. സോ നൗ വി ആർ ഗോയിങ് ബാക്ക് അല്ല, ഗോയിങ് ടു നെക്സ്റ്റ് സ്റ്റേക്കേഷൻ. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേക്കേഷനിലേക്ക് വന്നേക്കാണ്. ഇതൊരു റിസോർട്ടാണ്. ആൻഡ് ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. നേരെ ചെല്ലുന്നത് ബീച്ച് വ്യൂ ആണ്. ഐ ഷോ. ഓക്കെ, നമ്മൾ ആദ്യം ചെന്ന് ബുക്കിങ്ങിൻ്റെ ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം, എന്നിട്ട് അതൊക്കെ കാണിക്കാം. ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം ആവാൻ ഒരു 15 മിനിറ്റ്സും കൂടെ ഉണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ചില്ല് ചെയ്ത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം ബീച്ചാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ പ്രൈവറ്റ് ബീച്ച്. കാരണം ഇവിടെ ഒന്നും അത്ര ആൾക്കാരൊന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളാണ്. ലൈക്ക് ഇന്നലത്തെ കുറച്ച് ഭയങ്കര വൈബ് ആൻഡ് ചിൽ ആ ഒരു ടൈപ്പായിരുന്നു. ഇത് ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര പ്രൈവസി ഉണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. സോ ഇവിടെ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. വെയിലൊന്നും അടിക്കാതെ ബീച്ച് വ്യൂ, തിരയെണ്ണതാണ് പണി. കൊള്ളാം. ലൈക്ക്
ലൈക്ക് ഇറ്റ്. സോ നമ്മൾ സെക്കൻഡ് സ്റ്റേയിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് അവർ റൂം നമ്പർ ഈസ് റൂം നമ്പർ 8. ഇതൊരു കബോർഡാണ്. ദെൻ ദിസ് ഈസ് ദ വാഷ്റൂം. പിന്നെ ഇതാണ് നമ്മുടെ റൂം സ്പേസ്. ടി വി ഒക്കെ ഉണ്ട്. ആൻഡ് സോ ഗുഡ്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഒരു ചെയർ ഉണ്ട്. ആൻഡ് കെറ്റൽ, കോഫി, എവറിത്തിങ് ഈസ് ദെയർ. പിന്നെ നമുക്ക് ബാൽക്കണി നല്ല നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ദിവാൻ കോട്ട് സെറ്റപ്പ് പോലെ ഉണ്ട്. ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. വെരി ട്രഡീഷണൽ ആസ്തറ്റിക് ലുക്ക്. ആൻഡ് ദിസ് ഈസ് അവർ വ്യൂ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഉള്ള വ്യൂ ആണ്. Shogam. It's really so good. It's very spacious. I really liked it and it was very affordable also. So night നമുക്ക് ഈ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ. നമ്മളിനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ആൻഡ് ഉറക്കമൊക്കെ എണ്ണിട്ടിട്ട് നമുക്ക് ബീച്ചിൽ പോകണം. അതാണ് പ്ലാൻ. സോ ലെറ്റ്സ് സീ. റൂമിൽ ഉറങ്ങുവാണ്. നമ്മളിപ്പോൾ ലിഫ്റ്റിലാണ്. ഞാനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോവാണ്. പോയി മേടിക്കാൻ നല്ല വിശപ്പുണ്ട്. ആൻഡ് ഹിയർ ഈസ് അവർ മന്തി. ഞാനൊരു മന്തി ഫാൻ അല്ല, സ്റ്റിൽ ഇവിടെ മന്തി ആയിരുന്നു. ഇതിൻ്റെ 3/4 പോലും ഞാൻ എടുത്തിട്ടില്ല. ഒരു 1/4 എമൗണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം കുറേ റൈസ് ഉണ്ട്, ഒത്തിരി റൈസ് ഉണ്ട്. എന്തിനാണോ ഇത്രയും റൈസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ ഉണ്ടായിരുന്നു. ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ. നാം കഴിച്ചിട്ട് വരാം. നല്ല വിശപ്പുണ്ട്. ഇപ്പം സമയം 3 മണിയായി. അമ്മയാണെങ്കിൽ ഉറക്കമാണ്. അമ്മ എണ്ണിക്കുമ്പം അമ്മയ്ക്ക് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 1.5 hour ആയിട്ട് ഞാൻ കടലും നോക്കിയിരിക്കുകയാണ്. ആൻഡ് ഈ ബാൽക്കണിയുടെ ഫ്രണ്ടിലത്തെ വ്യൂ ഞാൻ പറഞ്ഞില്ലേ, പൂളാണ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ലുക്ക് അറ്റ് ദ വ്യൂ. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദ സീ. ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര കാമാണ്. എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് ടയേർഡാണ്. എനിക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മൂശാട്ടയാണ്. പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മച്ചമ്മ എന്നെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തും. അപ്പോൾ ഞാൻ പറയും, അമ്മച്ചമ്മ ഞാൻ മൂട്ടാശയിലാണ്, എന്നെ വിളിക്കരുത്, എനിക്ക് ദേഷ്യം വരും എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ വല്യമ്മയുടെ മക്കളും വല്യമ്മയും അമ്മച്ചമ്മയും എല്ലാവരും കളിയാക്കാറുണ്ട്. ഞാനിങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ മൂട്ടാശയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മൂട്ടാശ കാരണം ഞാൻ ഉറങ്ങിയില്ല. ആൻഡ് സോ നമ്മളിവിടെ കടലും നോക്കിയിരിക്കുകയാണ്. ഒരു 1 hour കൂടെ കഴിഞ്ഞാൽ സൺസെറ്റ് വിൽ ബി ഹിയർ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആദ്യമായിട്ടാണ് ഒരു സ്റ്റേയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സൺസെറ്റൊക്കെ കാണാൻ. ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. നമ്മുടെ ഹെക്റ്റിക് ലൈഫിൽ നിന്നൊക്കെ ഇങ്ങനൊരു 2 days 3 days വെക്കേഷനൊക്കെ ഇറ്റ്സ് ലൈക്ക് എവ്രി വൺ ഷുഡ് ഡു ദാറ്റ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ക്വസ്റ്റ്യൻ. I love you, like so thankful. ഇപ്പോൾ സമയം 5:45 നല്ല സൺസെറ്റ് സമയം. ഞങ്ങൾ എന്നാൽ പിന്നെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. ഇന്നലത്തേക്കാളും നല്ല കാമായിട്ടുണ്ട്. നല്ല ഭയങ്കര ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ. അപ്പം നല്ല ഭംഗിയുണ്ട്. സോ വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേ. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ വീണ്ടും പോയി കുളിക്കണം. അതാ നമ്മൾ നമ്മുടെ ആ സ്റ്റേയിൽ നിന്ന് വെളിയിലോട്ട് ആ ബീച്ചിലോട്ട് ഇറങ്ങുന്ന ഒരു വാതിൽ, മറ്റേ സ്വർഗവാതിൽ തുറന്നിറങ്ങുന്ന പോലൊരു ഫീൽ. ആ ലുക്ക് അറ്റ് ദ വ്യൂ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മൾ കുറേ നേരം അവിടേക്ക് നിന്ന് ആ വ്യൂ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. കാരണം താഴേന്ന് വേറൊരു ആംഗിളിൽ നിന്നാണ്, ആൻഡ് മുകളിൽ നിന്ന് നമ്മൾ വേറൊരു ആംഗിളിൽ നിന്നാണ്. താഴെ ആകുമ്പം നമുക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ ബീച്ചിൽ കളിക്കുകയൊക്കെ ചെയ്യാം. ആൻഡ് അവിടെ ആണെങ്കിൽ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. പാറക്കല്ലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്.
കണ്ടു. അപ്പം അമ്മ പറഞ്ഞു അമ്മ അങ്ങോട്ട് പോവാന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആൻഡ് ആ ബീച്ച് ആൻഡ് ആ സൺലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ബീച്ച് എൻജോയ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഐ ആം എ മൗണ്ടൻ പേഴ്സൺ എന്നാണ്. പക്ഷെ ഞാൻ ബീച്ച് ഇത്ര എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ എം എ ബീച്ച് പേഴ്സൺ. കാരണം അത്ര അടിപൊളിയായിരുന്നു. ലുക്ക് അറ്റ് മീ. ആ ഗോൾഡൻ ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഐ തിങ്ക് ഐ ലുക്ക് പ്രിറ്റിയർ. സോ ആൻഡ് ദർ ഈസ് എ പ്രീ വെഡിങ് ഷൂട്ട് ഹാപ്പനിങ്. ദൈവമേ, എനിക്കൊരു കാമുകനില്ലാണ്ടായി പോയല്ലോ. ഈശ്വര, ഇതൊക്കെ കാണുമ്പോൾ കല്യാണം കഴിക്കാൻ തോന്നുന്നു എനിക്ക്. അയ്യോ, സോ കൂൾ. നമ്മൾ കണ്ടുവച്ചിരുന്ന ഫോട്ടോ സ്പോട്ടിൽ പ്രീ വെഡ്ഡിങ് ഷൂട്ട് ആയതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ കാലൊക്കെ നനച്ചു കളിച്ച് നടന്നു. ആൻഡ് ദ വ്യൂ വാസ് സൂപ്പർബ്. ലൈക്ക് ഇറ്റ് വാസ് സോ മെസ്മറൈസിങ് കൈൻഡ് ഓഫ് വൈബ്. ഞങ്ങൾ അടുത്ത് വരെ വന്നു, എന്നിട്ട് തിരിച്ചു പോയി. ഞങ്ങൾ കുറച്ചുകൂടെ ഇറങ്ങട്ടെ. നല്ല ഭംഗിയുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ. സോ ഗുഡ്, സോ ഗുഡ്. ഇത് എൻ്റെ ഡേറ്റാ. അങ്ങോട്ട് പോവാൻ. നമ്മൾ മുമ്പേ ആ പ്രീ വെഡ്ഡിങ് ഷൂട്ട് കണ്ട ആ സ്പോട്ടിൽ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ ചാടി കയറി. അമ്മ അവിടെ നിന്ന് ആ ഒരു വൈബൊക്കെ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാണ്. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാണ്. മൊത്തത്തിൽ ഒറ്റയ്ക്ക് എൻജോയിങ് ആയിരുന്നു. ഹലോ, ഞാനും അമ്മയും കൂടെ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇറ്റ്സ് സോ ഗുഡ്. ആക്ച്വലി നമ്മൾ വർക്കല ക്ലിഫിൽ പോകുന്നതിനേക്കാളും ഭയങ്കര രസമാണ്. ഇവിടെ എന്തൊരു പ്രൈവസിയാണ്, ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. നല്ലൊരു ലൈക്ക് ഈവനിങ് ടോക്ക് ആൻഡ് ഈ കടലിൻ്റെ ശബ്ദം ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് അറിഞ്ഞൂടെ ഈ മൊമെൻ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ലൊരു മൊമെൻറ്റോടെ കടന്നു പോയിട്ടില്ല. അത്ര രസം. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല രസമാണ്. ലൈക്ക് നല്ല കാറ്റ്, നല്ല ആംബിയൻസ്, എന്തൊരു ഭംഗിയാണെന്നറിയാമോ. ഇറ്റ്സ് സോ ഗുഡ്. അയ്യോ, ഭയങ്കര വെറുതെ ഇരുന്നിങ്ങനെ ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരു ഫേസ്. നല്ല രസമുണ്ട് ഇവിടെ. ആൻഡ് എനിക്ക് മാത്രമല്ല, എന്നേക്കാളും അമ്മയ്ക്കാണ് ഈ സ്റ്റേ ഇഷ്ടപ്പെട്ടത്. അമ്മയ്ക്ക് ഫസ്റ്റ് ഡേക്കാളും ഈ ഡേ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അമ്മ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് ഒരു 7:30 വരെ അവിടെ ബീച്ചിലിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തിയുടെ റൈസ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് അത് തീർന്നില്ല. അപ്പോൾ നമ്മൾ കറിയൊന്നുമില്ല. അപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചിക്കൻ റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ടു അവർ റിസോർട്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അവിടെയാണ് ബീച്ച്, നമ്മുടെ റിസോർട്ട്. സോ ഹായ്, നല്ല രസമുണ്ട്. സൂപ്പർ, സോ ഗുഡ്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര നല്ല വാം ലൈറ്റിങ്, നല്ല രസമുണ്ട്. ആളുണ്ടോ ഇനി? That's how it looks. നല്ല രസമുണ്ട്. നമ്മൾ ഇനിയും നമ്മുടെ റൂമിലേക്ക് പോവാണ്. റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. ഐ തിങ്ക് അവിടെയാണ് റൂം. ഹലോ, അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വന്നു. ആൻഡ് ഇനിയിപ്പം ഞാൻ കഴിക്കണം. അമ്മ കഴിച്ചു, പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ ബാൽക്കണിയിൽ വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. മന്തി വിത്ത് ചിക്കൻ റോസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഞാനും എൻ്റെ അമ്മയായിരിക്കും. എന്തായാലും നമ്മൾ കഴിക്കട്ടെ. എന്തായാലും നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. നല്ല വൈബാണ് ഇവിടെ. നല്ല കടലിൻ്റെ ശബ്ദമൊക്കെ ഇതിനകത്ത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കഴിക്കട്ടെ. അമ്മ അകത്ത് കിടക്കുകയാണ്. ഞാനിവിടെ ഒരു ബെഡ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇറ്റ്സ്
സോ ഗുഡ്. ഇവിടെ നിന്നുള്ള വ്യൂ, എവറിത്തിങ് ഈസ് സോ പ്രിറ്റി. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഓൾ ദിസ്. എനിക്കിവിടുന്ന് പോകാനേ തോന്നുന്നില്ല, അത്ര രസമാണ് കാണാൻ. ആൻഡ് കടലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ലാൻഡേൺസ് കത്തിക്കുന്നു. എനിക്കാണെങ്കിൽ ആനന്ദ സിനിമയ്ക്കകത്ത് ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടെ ന്യൂ ഇയർ നൈറ്റിൽ ഇങ്ങനെ ലാൻഡേൺസ് കത്തിക്കുമല്ലോ. നമ്മൾ എന്തെങ്കിലും വിഷൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്നൊക്കെ എന്തൊക്കെയോ ഒരു വിശ്വാസം ഉണ്ടല്ലോ. എനിക്ക് അപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഐ ഹാവ് എ 11 വിഷ്. ഇത് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഐ ഹോപ്പ് ഐ ക്യാൻ ഡു ഇറ്റ് സൂൺ. സോ ഞങ്ങളിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് ഇവിടെ നിന്ന്. കുറച്ച് രാവിലെ മെസ്സേജ് ഇട്ടു, സ്റ്റേക്കേഷൻ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ എൻ്റെ മമ്മിജിക്ക് പണിയെടുക്കാനുള്ള ക്രേവിങ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോവാണ്. സോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വർക്കല സ്റ്റേക്കേഷൻ. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ ഗുഡ് ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ. ഇറ്റ് വാസ് റിയലി എ വെരി വെരി മെമ്മറബിൾ എക്സ്പീരിയൻസ്. ബൈ ബൈ. നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് ഞാൻ ഉടനെ വന്ന് ശല്യപ്പെടുത്താം. ബൈ ബൈ.